നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ? ഒരാളെയെങ്കിലും ജോലിക്ക് കയറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 2/1/1986 മുതൽ ജനിച്ചവർക്ക് അടുത്ത LDC എക്സാം എഴുതാൻ പറ്റും. റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു 100ന്റെ അകത്ത് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇപ്പൊ കുറെ ആളുകൾക്ക് ഒരവസരം കൂടെ കിട്ടിയതാണ്. LDC എഴുതാനും LGS എഴുതാനും ഒക്കെ അഫോർഡബിൾ എന്ന് പറയുന്നത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് റിസൾട്ടുകളുടെ ഭാഗമായ ഒരു കൂട്ടം അധ്യാപകരാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് പോകുന്നത്. എറണാകുളം 81,000, തൃശ്ശൂർ 73,000, പാലക്കാട് 83,000 കഴിഞ്ഞ പരീക്ഷയുടെ ഒരു കട്ട് ഓഫും മെയിൻ ലിസ്റ്റിലുള്ളവരുടെ എണ്ണവും. DA വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ മെഡിക്കൽ അലവൻസ്, അതായത് ഇൻഷുറൻസുകളൊക്കെ വരും. അതുപോലെ തന്നെ HRA വരും. LDC LPUP ഈ രണ്ടും എടുക്കാൻ കഴിയുന്നവർ ഏതെടുക്കണം എന്നൊരു ചോദ്യം സ്ഥിരമായി കാണുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് സർക്കാരിന്റെ നീല കളറിലുള്ള ഒരു ടാഗും ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുമാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ LDCയുടെയും LPUPയുടെയും 2 കോഴ്സുകൾ ഈ വരുന്ന മെയ് 20-ഉം ജൂൺ 3-നും ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ഒക്കെ വീഡിയോസിലും അല്ലാതെയൊക്കെ നമ്മളുടെ അടുത്ത് നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് LDCയും LPUPയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? LGSന്റെ ബാച്ച് ഉണ്ടോ? LDCക്ക് പഠിച്ചാൽ LGS കിട്ടുമോ? കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ എത്രയാണ്? എങ്ങനെയാണ് LDCക്ക് പഠിക്കേണ്ടത്? പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ? നമ്മളുടെ അധ്യാപകർ ആരൊക്കെയാണ്? അതുപോലെ തന്നെ എത്ര വയസ്സ് വരെയുള്ളവർക്ക് LDC എക്സാം എഴുതാം? ഏത് ഡേറ്റ് ഓഫ് ബർത്ത് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് നിങ്ങൾ നമ്മളോട് നിരന്തരമായി ചോദിക്കുന്നതാണ്. ഈ ചോദ്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ച ഒന്നാമത്തെ ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് ആ ചോദ്യം: എന്തുകൊണ്ട് LDC പരീക്ഷ? സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്കുള്ള ഏറ്റവും വലിയ വാതിലുകളിൽ ഒന്നാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. കാര്യം ഒരുപാട് സാധാരണക്കാരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് LD ക്ലാർക്ക്. നിങ്ങൾക്ക് തന്നെ അറിയാം, LD ക്ലാർക്ക് എന്ന് പറയുന്നത് ഒരു ജില്ലാതല പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതും വേഗത്തിൽ കയറാൻ പറ്റുന്നതുമായ ഒരു പരീക്ഷയാണിത്. പിന്നെ ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പരീക്ഷയാണ് LD ക്ലാർക്ക്. കാര്യം LD ആയിട്ട് കയറുന്ന ഒരാൾക്ക് UD ആവാം, സീനിയർ ക്ലാർക്ക് ആവാം, ഹെഡ് ക്ലാർക്ക് ആവാം, ജൂനിയർ സൂപ്രണ്ട് ആവാം, സീനിയർ സൂപ്രണ്ട് ആവാം. അങ്ങനെ നല്ല നിലയിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുള്ള, നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് നല്ല നിലയിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ്. പിന്നെ പൊതുവെ എല്ലാവരും പറയും LD ക്ലാർക്ക് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ IAS ആണ് എന്നൊക്കെ. എന്നാൽ എനിക്ക് പരീക്ഷകളുടെ PSC പരീക്ഷകളുടെ അടിത്തറയാണ് LD ക്ലാർക്ക് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അങ്ങനെ പറയാൻ കാര്യം, ഒരു 10th മെയിൻസ്, അതായത് ഒരു LD മെയിൻസിന്റെ സിലബസ് അനുസരിച്ച് പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബേസ് PSC പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ബാക്കിയുള്ള സിലബസുകളൊക്കെ നോക്കുമ്പോൾ LD മെയിൻസിന്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു LD മെയിൻസിന്റെ സിലബസ് നിങ്ങൾ വൃത്തിയായി തീർത്തെങ്കിൽ +2 ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ പോയി നോക്കൂ. അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കേണ്ടി വരും. ഇനി ഡിഗ്രി തല പരീക്ഷകൾക്ക് ഏറ്റവും നല്ലൊരു ബേസ് നിങ്ങൾ ഈ LD മെയിൻസിന്റെ പരീക്ഷയ്ക്ക് പഠിച്ചവരാണെങ്കിൽ ഒരടിസ്ഥാനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ഡെപ്തായി പഠിക്കുമ്പോഴാണ് ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാ പരീക്ഷകൾക്കുമുള്ള ഒരു അടിത്തറയാണ് ഈ LD ക്ലാർക്ക് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇതാണ്: LD ക്ലാർക്കിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പ്രതീക്ഷിക്കാം? ഇപ്പൊ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നതെന്ന് പറയുന്നത് 2023 നവംബർ മാസത്തിലാണ് LD ക്ലാർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ തന്നെ 2023 ഡിസംബർ ലാസ്റ്റ്, നവംബർ ലാസ്റ്റിന് LDയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. ഡിസംബർ ലാസ്റ്റിന് LPUPയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പൊ ഈ പ്രാവശ്യവും 2026 നവംബർ ഡിസംബർ മാസങ്ങളിലായി LDയുടെയും LPUPയുടെയും നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. അപ്പോ 2027 കഴിഞ്ഞ പ്രാവശ്യം പോലെ പോവുകയാണെങ്കിൽ 2027 ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും LD LPUP LGSന്റെ ഒക്കെ വേരിയസ് LGSന്റെ ഒക്കെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, 2026 അവസാനം
നവംബർ ഡിസംബർ മാസങ്ങളിലായി LD-യുടെയും LP-UP-യുടെയും അതുപോലെ തന്നെ വേരിയസ് LGSന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് എല്ലാവരുടെയും ചോദ്യം, LD ക്ലാർക്കിന്റെ സാലറി സ്കെയിൽ എങ്ങനെയാണ്? ഒരു 26,500 മുതൽ 61,000 വരെയാണ് LD ക്ലാർക്കിന്റെ 60,500 സംതിങ് 61,000 അടുപ്പിച്ചാണ് LD ക്ലാർക്കിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം DA വരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ മെഡിക്കൽ അലവൻസ് അതായത് ഇൻഷുറൻസുകളൊക്കെ വരും, അതുപോലെ തന്നെ HRA വരും, പിന്നെ ഇപ്പോഴത്തെ കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ലാസ്റ്റില് ആദ്യം കയറുന്ന ഒരാൾക്ക് 23 സംതിങ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ LD ക്ലാർക്കിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പൊ LD ക്ലാർക്കിന്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും LD ക്ലാർക്കിന് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ 10th പാസ്സാണ്. ഇനി ഒരു LD ജോലിക്ക് കയറിയ ഒരാളുടെ ജോബ് പ്രൊഫൈൽ എന്താണ്? അതായത് എന്താണ് അവരുടെ ജോലി? നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ചെല്ലുമ്പോൾ മിക്കവാറും ആദ്യം കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്ന ആള് LD ക്ലാർക്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു ഓഫീസിലെ ക്ലറിക്കൽ ജോലികളാണ് അദ്ദേഹം ചെയ്യേണ്ടി വരിക. ഒരു സർക്കാർ ഓഫീസിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഈ LD ക്ലാർക്ക് ജോലി എടുക്കുന്നത് മുഴുവൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, അതായത് എത്ര വയസ്സു വരെയുള്ള ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന LDC എഴുതാനായിട്ട് സാധിക്കും? ഇപ്പൊ നിങ്ങൾക്കറിയാം 4 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഇപ്പൊ PSCയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് ജനറൽ കാറ്റഗറി 36 വയസ്സ് വരെ ആയിരുന്നു എഴുതാൻ പറ്റുന്നത്. ഇപ്പോ 4 വർഷത്തോടെ കൂട്ടി 40 വയസ്സ് വരെ എഴുതാൻ പറ്റും. ഇനി OBCയിലുള്ളവർക്ക് 39 വയസ്സ് വരെ ആയിരുന്നു എഴുതാൻ പറ്റുന്നത്. ഇനി അത് 43 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റും. ഇനി SC/STക്ക് 41 വയസ്സ് വരെ ആയിരുന്നു പറ്റുന്നത്. ഇനി മുതൽ അത് 45 വയസ്സ് വരെ എഴുതാനായിട്ട് പറ്റും. ഇനി പലപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ട്, ഏത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണ്, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോ ഇപ്പോഴത്തെ ഈ ഒരു കണക്ക് പ്രകാരം ഏകദേശം ജനറൽ കാറ്റഗറിക്ക് അടുത്ത LDC എക്സാം 2/1/1986 മുതൽ ജനിച്ചവർക്ക് എഴുതാനായിട്ട് പറ്റും. 18 വയസ്സ് തികഞ്ഞ 2/1/1986 മുതൽ ജനിച്ചവർക്ക് അടുത്ത LDC എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ OBC ആണെങ്കിൽ 2/1/1983 മുതൽ ജനിച്ചവർക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ ജനന ദിവസം SC/ST ആണെങ്കിൽ 2/1/1981 മുതൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത LDC എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോ എല്ലാവർക്കും ഈ ഒരു സംശയം മാറി എന്ന് കരുതുന്നു. ഇനി കഴിഞ്ഞ LDC എക്സാം ഓരോ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ 1,39,000 സംതിങ് ആളുകൾ കൺഫർമേഷൻ പരീക്ഷ എഴുതാനായി കൊടുത്തിട്ടുണ്ട്. കൊല്ലത്ത് 83,000 സംതിങ്, പത്തനംതിട്ട ചെറിയ ജില്ലയാണ് 38,000 സംതിങ്, ആലപ്പുഴ 62, കോട്ടയം 43,000, ഇടുക്കി 32,000, എറണാകുളം 81,000, തൃശൂർ 73,000, പാലക്കാട് 83,000, മലപ്പുറം 96,000, കോഴിക്കോട് 96,000, വയനാട് 29,000, കണ്ണൂര് 66,000, കാസർഗോഡ് 36,000. ഇങ്ങനെയാണ് അപേക്ഷകരുടെ അല്ല കൺഫർമേഷൻ കൊടുത്ത പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നു. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്, 1,39,187 ആളുകൾ. ഇനി കഴിഞ്ഞ LD ക്ലാർക്കിന്റെ കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം കൂടെ നോക്കാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആളുകളുടെ എണ്ണവും കൂടുതലായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത്, 72.67. 72.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. 1079 ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇനി ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഏതാണ് എന്ന് ചോദിച്ചാൽ കണ്ണൂരിന്റെ ആണ്. 57 ആണ്, 57 മാർക്കാണ് അതിന്റെ കട്ട് ഓഫ്. 819 ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഓരോ ജില്ലയുടെയും വലിപ്പത്തിനൊക്കെ അനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ
ഇതാണ് ഏകദേശം എന്നല്ല കഴിഞ്ഞ പരീക്ഷയുടെ ഒരു കട്ട് ഓഫും മെയിൻ ലിസ്റ്റിലുള്ളവരുടെ എണ്ണവും. പക്ഷെ ഇനി ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞ പരീക്ഷ എഴുതിയതിനേക്കാളും കൂടുതലായിരിക്കും. കാര്യം 4 കൊല്ലത്തെ ഏജ് റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കൊരു PSC പരീക്ഷയില്ല, ഒരു അവസരമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരവസരം കൂടെ, ഒരു LD ക്ലാർക്കും കൂടെ, അല്ലെ ഒരു LGS എക്സാമും കൂടെ എഴുതാനായിട്ട് നമുക്കൊരവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോ അവരും പുതിയ ആളുകളും ഒക്കെ ചേരുമ്പോൾ കമ്പാരിറ്റീവ്ലി മുമ്പത്തേനേക്കാളും അപേക്ഷിക്കുന്നവരുടെ എണ്ണവും കൺഫർമേഷൻ കൊടുക്കാൻ പോകുന്നവരുടെ എണ്ണവും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്കുള്ള മത്സരവും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് ഉന്നത നിലവാരത്തിലുള്ള ചോദ്യങ്ങളും കടുത്ത മത്സരവും നമ്മൾ പ്രതീക്ഷിക്കണം. മുൻനിരയിൽ റാങ്കിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇപ്പൊ തൊട്ടേ പഠിച്ചു തുടങ്ങണം. ഇനി നിങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയം, ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങിയാൽ LD ക്ലാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പലരുടെയും മനസ്സിലുള്ള, പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള വലിയ സംശയം. തീർച്ചയായിട്ടും ഈ നിമിഷം മുതൽ കൃത്യമായ ഒരു വിഷനോടുകൂടി നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാനും പറ്റും, ഉന്നത റാങ്കിലേക്ക് എത്താനും പറ്റും. പണ്ടത്തെ പോലെ റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. നന്നായി പഠിക്കുക, റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും മുകളിൽ എത്താനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ജോലി നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി കഴിഞ്ഞ LDയുടെ പരീക്ഷയ്ക്ക് 10th പ്രിലിംസോ 10th മെയിൻസ് അങ്ങനൊന്നും ഇല്ലായിരുന്നു, 2 ഘട്ടമൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് LD മെയിൻസിന്റെ എക്സാമേ ഉള്ളായിരുന്നു. ഇപ്പോഴും അത് തന്നെ, ഒരു 99% LD ക്ലാർക്കിന് ഒരൊറ്റ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഇനി കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് നിങ്ങൾക്ക് ഏകദേശം അറിയാം, ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ LDCയുടെ സിലബസ് ഞാൻ ഇട്ടേക്കാം, അതുപോലെ തന്നെ LP UPയുടെ സിലബസും ഞാൻ ഇട്ടേക്കാം. അപ്പൊ കഴിഞ്ഞ സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 70 മാർക്കിനോളം ജനറൽ ടോപ്പിക്കുകളാണ്. പിന്നെ 10 വെച്ച് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പൊ നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഏറ്റവും വൃത്തിയായി പഠിക്കണം. ഈ 70 മാർക്കിന്റെ ജനറൽ ടോപ്പിക്കുകൾ വൃത്തിയായി പഠിക്കണം. അതുകൂടാതെ ഈ ജനറൽ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ സിലബസിലുള്ള, ആ ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് SCERT ടെക്സ്റ്റുകളിൽ 5 മുതൽ 10 വരെയുള്ള, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റുകളിൽ എന്തൊക്കെയുണ്ടോ അതും കൂടെ നിങ്ങൾ പഠിക്കണം. ഇപ്പോ SCERT ടെക്സ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ കുറേ കണ്ടന്റുകൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായി പഠിച്ചാൽ മാത്രമേ LD ക്ലാർക്കിന്റെ സിലബസ് തീർന്നു എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഒരിക്കൽ കൂടി 70 മാർക്കിന്റെ ജനറൽ ടോപ്പിക്ക്, 30 മാർക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇത് ഏറ്റവും വൃത്തിയായി വേഗത്തിൽ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി തീർക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. LDC അൾട്ര 2027. കൃത്യം 10 മാസം കൊണ്ട് LDCയുടെ സിലബസിൽ എന്താണോ അത് മുഴുവൻ ഏറ്റവും വേഗത്തിൽ, ആഴത്തിൽ നമ്മൾ പഠിച്ചു മാറും. 2 മാസം അത് പൂർണ്ണമായും ഈ ബാച്ചിലൂടെ നമ്മൾ റിവിഷൻ ചെയ്യും. ഇനി എന്നാണോ പരീക്ഷ അന്നു വരെ നമ്മൾ റിവിഷൻ തുടർന്നുകൊണ്ടേയിരിക്കും, മോഡൽ എക്സാമുകൾ നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഏറ്റവും വൃത്തിയായി LD ക്ലാർക്കിന്റെ പരീക്ഷ എഴുതുന്ന നിലയിലേക്ക് നിങ്ങൾ ഈ ബാച്ചിലൂടെ പ്രാപ്തരായിരിക്കും. നിങ്ങൾ ഈ ബാച്ചിലെ എല്ലാ ക്ലാസ്സുകളും കണ്ട് നമ്മൾ തരുന്ന നോട്ടിലുള്ള കാര്യങ്ങൾ മുഴുവൻ വൃത്തിയായി പഠിച്ച്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ അതേ ഇമ്പോർട്ടൻസ് പരീക്ഷകൾക്കും കൊടുക്കാറുണ്ട്. ഒരു സെറ്റ് ഓഫ് വിവിധ രീതിയിലുള്ള പരീക്ഷകൾ ഈ ബാച്ചിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. ആ പരീക്ഷകളൊക്കെ കൃത്യമായും അറ്റൻഡ് ചെയ്ത് ഈ ബാച്ചിലുള്ളത് മുഴുവൻ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് സർക്കാരിന്റെ നീല കളറിലുള്ള ഒരു ടാഗും ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുമാണ്. അപ്പോ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം നടക്കാൻ ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ കൺസേണുകളെല്ലാം ആ മെന്ററോട് പറയാം. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ പഠന സമയത്ത് നിങ്ങളൊന്ന് പതറിപ്പോവാണ് എങ്കിൽ നിങ്ങളുടെ ആ പതർച്ചയിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കാനായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഈ ബാച്ചിന്റെ ഭാഗമായി ഉണ്ടാവും. അങ്ങനെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ ഇപ്പം മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് LD ക്ലാർക്ക് എന്ന് പറയുന്ന സാധനം ഒരു ബാലികേറ മലയേ അല്ല, ഒരിക്കലും ഒരു സ്വപ്നമല്ല, ഏറ്റവും വേഗത്തിൽ അടിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കും. ഇനി അടുത്തത് എന്തൊക്കെ പഠിക്കണം, അത് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. LD ക്ലാർക്കിന്റെ സിലബസ് എന്താണെന്നും
ഏത് രീതിയിൽ പഠിക്കണമെന്നും നമ്മുടെ ബാച്ചിന്റെ പ്ലാൻ എന്താണെന്നും ഒക്കെ നിങ്ങൾക്കൊരു ധാരണ വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ജോലിക്ക് കയറാൻ പറ്റും? കുഞ്ഞുങ്ങളെ, പണ്ടത്തെ ഒരവസ്ഥ അല്ല ഇപ്പോ. പണ്ട് ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിന്റെ ഏതേലും ഒരു കോണിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ജോലി കിട്ടുമെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പം മത്സരം കടുത്തതാണ്, സാഹചര്യം മോശമാണ്. അപ്പോൾ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ വന്നാൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനായിട്ട് പറ്റൂ. ബാക്കിയുള്ളതൊക്കെ ഓരോ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇപ്പോ നിങ്ങളൊരു LD ഏത് ജില്ലയിലാണോ അപേക്ഷിക്കുന്നത്, ഒരു 100ന്റെ അകത്ത് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. 100ന്റെ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു LP-UP ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഏത് ജില്ലയിലാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് 50ന്റെ അകത്ത് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു LD ആണെങ്കിൽ 100ന്റെ അകത്ത് വരണം, LP-UP ആണെങ്കിൽ 50ന്റെ അകത്ത് വരണം. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ആലോചിക്കും, എന്താടാ അതിന് മുകളിലുള്ളവർക്കൊന്നും ജോലി കിട്ടത്തില്ലേ? ഞാനൊരു നിരുത്സാഹപ്പെടുത്തുവല്ല. നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇതിനുള്ളിൽ വരാനായി, റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ വരാനായി നിങ്ങൾ ശ്രമിക്കണം. ഉറപ്പായും 100ന് മുകളിലും 50ന് മുകളിലും ഒക്കെ ഇഷ്ടം പോലെ ജോലി കിട്ടും, അതിൽ ഒരു സംശയവും. എത്ര കിട്ടുമോ അത്രയും പൊക്കോട്ടെ. ബട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും, ഇതെന്റെ ജോലിയാണ്, ഞാൻ LD ക്ലാർക്ക് ആവും. ഒരു ടെൻഷൻ ഇല്ലാതെ ആ റാങ്ക് ലിസ്റ്റ് പോകുന്നിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാര്യം നമുക്ക് ജോലി ഉറപ്പാണ്. പിന്നെ അതിന് മുന്നോട്ടുള്ള റാങ്കുകളൊക്കെ പോകും. ബട്ട് ഓരോ ഫാക്ടേഴ്സിന്, ആ ഒരു സമയത്തെ നിയമനം, ആ സമയത്തെ സാഹചര്യം, അങ്ങനെ ഓരോ ഫാക്ടേഴ്സിനെയും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, മികച്ച റാങ്കിന്റെ അകത്ത് വരാനായിട്ട് ശ്രമിക്കുക. ഒരു LD ആണെങ്കിൽ 100നുള്ളിൽ വരാനായിട്ട് ശ്രമിക്കുക. LP-UP ആണെങ്കിൽ 50നുള്ളിൽ വരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് മുന്നോട്ടൊക്കെയും ജോലി കിട്ടും. ബട്ട് നിങ്ങളുടെ പഠനം ഈ ഒരു ശ്രമത്തിനായിരിക്കണം. അടുത്തതിലോട്ട് പോകുമ്പോൾ ഇനിയും LDCയുടെ ബാച്ച് നമുക്ക് ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാവും. അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാവുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് LDCയുടെ ബാച്ച് ഉണ്ടാവും. ഇനി ഞാനൊരു കാര്യം ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ പരീക്ഷയ്ക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചൂട് കയറി പഠിക്കാൻ തുടങ്ങുന്ന ഒരുപറ്റം ആളുകൾ ഉണ്ടാവും. അത് LDക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവും. അപ്പോൾ ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 20-ാം തീയതിയാണ്. ഏകദേശം ഒരു നവംബർ മാസം ആവുമ്പോഴാണ് LDCയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. അല്ലെ ഡിസംബർ മാസം ആവുമ്പോഴാണ് LP-UPയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോഴേക്കും നമ്മൾ തുടങ്ങിയ ബാച്ച് 6 മാസം പിന്നിട്ടിരിക്കും. നമ്മൾ ഈ ഒരു ബാച്ചിൽ മുഴുവൻ സിലബസിനെ ഒരു 10 മൊഡ്യൂളുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തേക്ക് ഒരു 6 മൊഡ്യൂളുകൾ, അതായത് സിലബസിന്റെ ഒരു 60% പുറത്ത് നമ്മുടെ കയ്യിലുണ്ടാവും. ഇനി ഒരു LD പരീക്ഷയെ സംബന്ധിച്ച് 300ഓളം ടോപ്പിക്കുകൾ വളരെ ആഴത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബാച്ച് വളരെ ചെറുകെ പോകുന്ന, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജൂലൈയുടെ തുടക്കം വരെ നമ്മൾ 2 ക്ലാസ്സുകളെ ഈ ബാച്ചിൽ ഇടുന്നുള്ളൂ. അതിനുശേഷം 3, അതായത് വളരെ അടിസ്ഥാനമിട്ട് വളരെ ചെറുകെ പോകുന്ന ഒരു ബാച്ചാണ്. ഏറ്റവും ഡീറ്റെയിൽ ആയി ചെറുകെ പോകുന്ന ഒരു ബാച്ച്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ആ സമയത്ത് ആ ബാച്ചിൽ ചേരുന്നവരെക്കാളും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിക്കുന്നവരെക്കാളും നിങ്ങൾ ബഹുദൂരം മുന്നിലായിരിക്കും. ഇനി പുതിയ ബാച്ച് തുടങ്ങുമ്പോഴും LD പരീക്ഷയുടെ സിലബസ് നമുക്ക് മുഴുവനും തീർത്തേ പറ്റൂ. അപ്പൊ ഈ 3 ക്ലാസ് എന്നുള്ളത് 4ഓ 5ഓ ക്ലാസ്സുകളൊക്കെ ആയി മാറും. അപ്പൊ കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് ഈ ബാച്ചിൽ വളരെ സാവധാനം നമുക്ക് പോകാനായിട്ട് പറ്റും. അടുത്ത LP-UPയും ബാച്ച് ഉണ്ടാവും, LDC ബാച്ച് ഉണ്ടാവും. പക്ഷെ ക്ലാസ്സുകളുടെ എണ്ണം കൂടുതലായിരിക്കും. കുറച്ചുകൂടെ വേഗത്തിൽ സിലബസ് കവർ ചെയ്യാൻ, കുറച്ചുകൂടെ ഹറിയായി സിലബസ് കവർ ചെയ്യാനായിരിക്കും നമ്മൾ ആ ബാച്ചുകളിലൊക്കെ ശ്രമിക്കുക. അപ്പോ അടുത്ത റെലവൻ്റ് ആയൊരു ചോദ്യം, വേരിയസ് LGSന് വേറെ കോഴ്സ് ഉണ്ടാകുമോ? LDC ആണോ LGS ആണോ എടുക്കേണ്ടത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് തന്നെ അറിയാം, വേരിയസ് LGSന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല, അതാണ്. പിന്നെ 7ാം ക്ലാസ് യോഗ്യതയാണ് LGS, ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല. LD ക്ലാർക്കിന്റെ യോഗ്യത എന്ന് പറയുന്നത് 10th പാസ്സാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും തന്നെ 10ാം ക്ലാസ് പാസ്സായവരാണ്.
അപ്പോൾ LD എഴുതാൻ പറ്റുന്ന എല്ലാവർക്കും എന്തും എഴുതാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും 10ാം ക്ലാസ് പാസ്സായതുകൊണ്ട് തന്നെ LGS എഴുതാൻ പറ്റും. ഇനി രണ്ടിൻ്റെയും സിലബസ് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സിലബസിൽ LDയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, LGS അത്രയുമില്ല, LGS അത്രയും ഡെപ്തിലില്ല. LDCയിൽ നിങ്ങൾ പഠിച്ചു മാറിയാൽ LGS നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം LDCയിൽ കുറച്ചുകൂടെ ഡെപ്തായിട്ട് നമ്മൾ പഠിക്കുന്നു, പിന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എക്സ്ട്രാ പഠിക്കുന്നു. പിന്നെ LGSൽ വരുമ്പോൾ മലയാളം ഇല്ല, ഇംഗ്ലീഷ് ഇല്ല, മാർക്ക് ഡിവിഷനിൽ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓൾറെഡി LDCക്കാണ് പഠിക്കുന്നതെങ്കിൽ LGSലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിരിക്കും. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എന്ത് ചെയ്താൽ മതി, നിരന്തരമായി വർക്കൗട്ട് ചെയ്താൽ മതി. ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ LDCക്ക് പഠിക്കാനേ ഞങ്ങൾ പറയുള്ളൂ. കാര്യം LDCക്ക് ഇപ്പൊ കുറെ ആളുകൾക്ക് ഒരവസരം കൂടെ കിട്ടിയതാണ്. LDC എഴുതാനും LGS എഴുതാനും ഒക്കെ ഒരവസരം കൂടെ വന്നവരാണ്. ആ അവസരം നിങ്ങൾ കളയരുത്. LDCക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. LGSന് നമുക്ക് തീർച്ചയായും ബാച്ച് ഉണ്ടാവും. ജൂണിന്റെ പകുതിയൊക്കെ ആവുമ്പോഴത്തേക്കിന് നമ്മൾ LGSന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് LDC എഴുതാൻ പറ്റുന്നവരാണ് ഓൾമോസ്റ്റ് എല്ലാവരും, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം. പിന്നെ എനിക്ക് ഇത്രയൊക്കെ മതി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ ഒരു രീതിയിലും നടക്കത്തില്ല, അല്ലെങ്കിൽ കുറെ ജോലിയുണ്ട്, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ ജോലി മതി എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെ ഇംഗ്ലീഷ് എനിക്ക് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ LGS മാത്രം എടുക്കുക. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ LDC എടുക്കുക. LGSനുള്ള കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ടാവും. മാർക്ക് ഡിവിഷനും ചില കാര്യങ്ങൾ എക്സ്ട്രാ LDCയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. LGSന്റെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, അത് മതിയാവും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഇതൊരു നമ്മുടെ ആപ്പിനെ കുറിച്ചുള്ള ഒരു പൊതു കൺസേൺ ആണ് എല്ലാവരുടെയും. ഒരു ക്ലാസ്സിന് എത്ര MB ഡേറ്റ പോകും, അതായത് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ എത്ര ഡേറ്റ ഒരു ക്ലാസ്സിന് പോകും? നിങ്ങൾക്കറിയാം, നമ്മുടെ ബാച്ചിലുള്ള എല്ലാ ക്ലാസ്സുകളും 1 മണിക്കൂർ വീതമാണ്, മിക്കവാറും എല്ലാ ക്ലാസ്സുകളും. ഇനി നിങ്ങൾക്കൊരു ഒരു ജനറലി ഏറ്റവും അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് 360 പിക്സലാണ്. നമുക്ക് 144 പിക്സൽ വരെ എന്തായാലും അതിൽ ആപ്പിൽ അവൈലബിൾ ആണ്. എന്നാലും അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് 360 പിക്സലാണ്. നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ റെക്കോർഡഡ് ക്ലാസ്സിന് 1 മണിക്കൂറിന്റെ ക്ലാസ് ആണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിന്റെ ഒരു ക്ലാസ്സിന് 200 MB ആണ് പോവുക. 200 MB. അങ്ങനെ 3 ക്ലാസ്സുകൾ വരുമ്പോൾ 600 to 700 MB വരെ നിങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു എടുത്ത് നിങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ നെറ്റ് കുറെ പോകുന്നു എന്ന് കുറെ കൺസേണുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സിൽ ഇത് തന്നെയാണ്, റെക്കോർഡഡ് ക്ലാസ്സിൽ ഒന്ന് ചെക്ക് ചെയ്തു. നമുക്ക് അവൈലബിൾ ആയ 144 വരെ നമുക്ക് അവൈലബിൾ ആണ്, ലൈവ് ആയാലും റെക്കോർഡ് ആയാലും. എന്നാൽ അത്യാവശ്യം വൃത്തിയായി കാണാൻ പറ്റുന്നത് 360 പിക്സൽ മുതൽ മേളിലോട്ടാണ്. അതിൽ എത്ര MB പോകും എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലായതാണ് 1 മണിക്കൂറിന്റെ ഒരു ക്ലാസ്സിന് 200 MB. അങ്ങനെ 3 ക്ലാസ്സുകൾ വരുമ്പോൾ 600 to 700 MB ആണ് നിങ്ങളുടെ ഡേറ്റ പോവുക എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു സാധനം. അടുത്ത ചോദ്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ? ഒരാളെയെങ്കിലും ജോലിക്ക് കയറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ കേൾക്കുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രോളുകളിൽ ഒന്നാണ് ഇത്. 2020 മെയ് 6-ാം തീയതിയാണ് ട്രിക്ടേൺ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ആവറേജ് എന്ന ക്ലാസ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം 440-ൽ പുറത്ത് ക്ലാസ്സുകൾ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ മാത്സിന്റെ ഒരുവിധപ്പെട്ട ടോപ്പിക്കുകളൊക്കെ എനിക്കെടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നല്ല രീതിയിൽ ഞാൻ എടുത്തു മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2020 കൊറോണയായിരുന്നു. ആ കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരുപാട് യൂട്യൂബ് ചാനൽ ആ കൊറോണ സമയത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് പോയിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എന്ത് സ്റ്റാൻഡേർഡിലാണോ നിങ്ങൾക്ക് തന്നത്, അതേ സ്റ്റാൻഡേർഡിൽ ഞാൻ എവിടെ പോയാലും ത്രൂ ഔട്ട് തരാൻ ട്രിക്ടേൺ എന്ന സ്ഥാപനത്തിലൂടെ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിൽ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇനി നിങ്ങൾ ഈ 440 വീഡിയോസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കമന്റ് ബോക്സിൽ മിക്കവാറും ഉള്ള എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ആരെങ്കിലും ഒക്കെ പറയാറുണ്ട്,
അല്ലെങ്കിൽ ഇന്ന സമയത്ത് ജോലിക്ക് കയറി, ജോലിക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എനിക്കൊരു അവകാശവാദവും പറയാനില്ല. പക്ഷേ PSC പഠിക്കുന്ന ഒരു ചെറിയ സമൂഹത്തിനെങ്കിലും ഈ പറയുന്ന 2020 മുതൽ 26, ഇപ്പോൾ 6 വർഷമാവുന്നു, എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഒരു ക്ലാസ്സുമായി വരുമ്പോൾ മാത്സ് മാത്രമല്ല എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തി ഒരു ഫുൾ കോഴ്സുമായി വരുമ്പോൾ ഏറ്റവും വൃത്തിയായി ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രയും ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ മാത്രമല്ല ഇതിന് മുന്നിൽ നിൽക്കുന്നത്. കുറെ അധ്യാപകരെ നിങ്ങളിപ്പോൾ കണ്ടു. ഇനി നിങ്ങൾ കാണാത്ത ഒരു വലിയ ടീം പല രീതിയിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ ഒരു കോഴ്സ് എടുക്കണം, അല്ലെ ഞങ്ങളെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഈ വർഷം നടക്കുന്ന അല്ലെങ്കിൽ LDയുടെ, LPUPയുടെ, LGSന്റെ, കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കാണിക്കാനുണ്ടാവണം. അതിന് ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കും, ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾ ഞങ്ങൾക്ക് റിസൾട്ട് തരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളോട് എന്തു പറഞ്ഞോ അത് സമയബന്ധിതമായി നിങ്ങൾക്ക് തരും. നിങ്ങൾ പഠിക്കും. ഈ സ്ഥാപനം നിലനിൽക്കണമെന്നുള്ളത് എൻ്റെയും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെയും എല്ലാ കാലത്തെയും ആഗ്രഹമാണ്. ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമോഷനുകളിൽ ഒന്നാണ് ട്രിക് ടേൺ എന്ന പേര്. അത് എന്നെ മനസ്സിലാക്കിയ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. കാര്യം ഞാൻ എവിടെ പോയാലും ട്രിക് ടേൺ എന്ന പേര് എപ്പോഴും എൻ്റെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. ഇനി ഞാൻ ആ ഇമോഷൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ വെക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അത് ഏറ്റവും വൃത്തിയായി ചെയ്യാൻ എന്നെ കൊണ്ട് എന്തു പറ്റുമോ അത് വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. നമ്മളുടെ ഒരു ട്രിക് ടേണിന്റെ റിസൾട്ടിനെ കുറിച്ച് നോക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ കമന്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ നമ്മൾ തരാൻ പോകുന്നത് അത് സമയബന്ധിതമായി തരും. പിന്നെ ഒരുപാട് റിസൾട്ടുകളുടെ ഭാഗമായ ഒരു കൂട്ടം അധ്യാപകരാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് പോകുന്നത്. PSCയുടെ ഓഫ്ലൈൻ മേഖലയിലുള്ള അല്ലെങ്കിൽ ഓൺലൈൻ മേഖലയിലുള്ള ഒരുപാട് റിസൾട്ടുകളുടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കൂട്ടം അധ്യാപകർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അവർ ഏറ്റവും വൃത്തിയായി നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ PDF നോട്ടുകള്, മോഡൽ എക്സാമുകള് ഇതൊക്കെ സമയബന്ധിതമായി നിങ്ങൾക്ക് തരും. പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അഫോർഡബിൾ ഫീസ് എന്ന് പറയുന്ന ഒരു കാര്യം. സത്യത്തില് ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സുകൾക്കും ഞാൻ ഈ പറഞ്ഞ സർവീസുകൾക്കും ഏറ്റവും വൃത്തിയായി നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമ്മളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും രണ്ടുപേരുടെ സൈഡിൽ നിന്നും കുഴപ്പമില്ലാത്ത ഒരു ഫീസാണ് ഞാൻ ഇതിന് വെച്ചിരിക്കുന്നത്. കാര്യം രണ്ട് സൈഡിൽ നോക്കുമ്പോൾ. പിന്നെ ഈ അഫോർഡബിൾ ഫീസ് എന്ന് പറയുന്ന ഒരു സാധനം, ആ വാക്ക് എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല. കാര്യം എൻ്റെ അഫോർഡബിൾ അല്ല നിങ്ങളുടെ അഫോർഡബിൾ. ചില ആളുകൾക്ക് കണ്ടമാനം പൈസ ഉണ്ടാവും. ചിലപ്പോൾ അത് വളരെ ഈ 1999 എന്ന് പറയുന്ന സാധനം വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ചില ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അഫോർഡബിൾ എന്ന് പറയുന്നത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ എന്താണോ അത് വൃത്തിയായി തീർക്കും. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി ഞാൻ എന്ത് തരുമെന്ന് പറഞ്ഞോ അത് തരും. അപ്പോ നിങ്ങളുടെ എന്നെ ഈ കളിയാക്കിയവരുടെ ഒക്കെ വിമർശനങ്ങൾ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. ട്രോളുകൾ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അതവിടെ കിടക്കട്ടെ. ഇതിനുള്ള മറുപടി ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായും ഈ LDCയുടെയും ഈ LPUPയുടെയും ഈ കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, 10th പ്രിലിംസ് ബാച്ച് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആപ്പിൽ ഒരു 10th പ്രിലിംസിന്റെ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ജൂലൈ 18 10th പ്രിലിംസിന്റെ എക്സാം നടക്കാനായിട്ട് പോവാണ്. ജൂലൈ 1st വീക്കിൽ നമ്മൾ ആ ബാച്ചിലെ ടോപ്പിക്കുകൾ തീർക്കാനാണ് ആത്മാർത്ഥമായി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുവരെ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ജൂലൈ 1st വീക്ക് വരെ ഈ ബാച്ചിൽ 2 ക്ലാസ്സുകൾ വീതം മാത്രമേ അറേഞ്ച് ചെയ്തു പോകുന്നുള്ളൂ. 2 ക്ലാസ്സുകൾ വീതം മാത്രം. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സമയത്തിലും രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത ക്ലാസ്സുകളുമായിരിക്കും ഈ ബാച്ചിൽ ജൂലൈ 1st വീക്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക.
അപ്പൊ തീർച്ചയായും നിങ്ങൾക്കിത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ഡിഗ്രി മെയിൻസ് ബാച്ച് ചെയ്യാത്തത്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. നമ്മൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് കൊടുത്തിട്ടില്ല. അപ്പൊ മെയിൻസ് ചെയ്യുക എന്ന് പറയുന്നത്, വൃത്തിയായി ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്കും, എസ്പെഷ്യലി ഡിഗ്രി പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ, പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം രണ്ടിടത്തും കോമണാ, മാർക്ക് ഡിവിഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരിക. അതുപോലെ ഹിസ്റ്ററി, മെഡീവലിന്റെ ഒഴിച്ച് ബാക്കി രണ്ടിടത്തും കോമൺ ആണ്, മാർക്ക് ഡിവിഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരും. അങ്ങനെ രണ്ടിടത്തും കോമൺ ആയി വരുന്ന കുറേ ഏരിയകളുണ്ട്. ആ ഏരിയകള് പ്രിലിംസിന്റെ സമയത്തു തന്നെ ഏറ്റവും വൃത്തിയായി പഠിച്ചു മാറുക. ഇനി പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മാക്സിമം ഒരു 2-2.5 മാസമായിരിക്കും കിട്ടുക. ആ സമയത്ത് ഈ വിഷയങ്ങൾ ഒന്നുകൂടെ പഠിക്കാനുള്ള സമയം നമുക്കില്ല. ആ വിഷയങ്ങൾ ഏറ്റവും വൃത്തിയായി റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഈ 2-2.5 മാസം ചെയ്യേണ്ടത് സയൻസ്, സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പുതുതായി വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക. പ്രിലിംസിൽ ഇല്ലാത്ത മെയിൻസിനുള്ള ഫ്രഷ് ടോപ്പിക്കുകൾ, സയൻസ്, സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഏറ്റവും ഡീറ്റെയിൽ ആയി പഠിക്കുക. എന്നിട്ട് പണ്ട് പഠിച്ച കാര്യങ്ങൾ വൃത്തിയായി റിവിഷൻ ചെയ്യുക. ഇതായിരിക്കണം നിങ്ങൾ എവിടെ പഠിച്ചാലും മെയിൻസിന് പഠിക്കുമ്പോഴുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി. എന്നാൽ മാത്രമേ ഈ 2-2.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഒരു ഭംഗിയായി തീർത്ത് ഏറ്റവും വൃത്തിയായി പരീക്ഷയ്ക്ക് പോകാനായിട്ട് പറ്റൂ. അപ്പോ പ്രിലിംസിനുള്ള ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് റിവിഷൻ ചെയ്തുകൊണ്ട് വാ, അത് നമ്മൾ ഒന്നും കൂടെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് പുതിയ ടോപ്പിക്കുകൾ തരാം എന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മെയിൻസ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം, നിങ്ങളെ ഏറ്റവും വൃത്തിയായി പ്രിലിംസിന് പ്രാപ്തരാക്കാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ യൂട്യൂബ് ക്ലാസ്സുകളാണ് തന്നത്. ആധികാരികമായി പ്രിലിംസ് നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് മെയിൻസ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. വേണമെങ്കിൽ വെറുതെ മെയിൻസ് ചെയ്യാമെന്ന് പറയാം, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഞങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു ക്വാളിറ്റിയിൽ വൃത്തിയായി അത് തീർക്കാൻ പറ്റത്തില്ല, സമയബന്ധിതമായി തീർക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് ചെയ്യാത്തത്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ്, ഇനി ഒരു ജൂൺ ലാസ്റ്റിലേക്കൊക്കെ നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ ബാച്ച് ഉണ്ടാവും. ഇനിയും നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഉണ്ടാവും. അതിനെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഡിഗ്രി മെയിൻസും നമ്മൾ ചെയ്യും. ഡിഗ്രി പ്രിലിംസ് ഇപ്പൊ ചെയ്യാത്തത് കൊണ്ടും ജസ്റ്റ് നമ്മൾ തുടങ്ങിയത് കൊണ്ടുമാണ് ഡിഗ്രി മെയിൻസ് നമ്മൾ പ്രത്യേകം ബാച്ചായിട്ട് വിളിക്കാത്തത്. ഇതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് VFA എന്താ ചെയ്യാത്തത്. VFAക്കും ഈ പറയുന്നത് പോലെ സമയത്തിന്റെ പ്രശ്നമുണ്ട്, വൃത്തിയായി തീർക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഇപ്പൊ നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ഒരു ക്രാഷ് ആയിട്ട് ചെയ്യും. കാര്യം ഓൾറെഡി നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ക്ലാസ് കൊടുത്തവരാണ്. നമ്മൾ എന്ത് തന്നു, എന്ത് തന്നില്ല എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ട്. നമ്മളുടെ കുട്ടികൾ എവിടെ നിൽക്കുകയാണ് എന്നൊരു ധാരണ നമുക്കുണ്ട്. അതുപോലെ തന്നെ ബിവ്കോ LD ഈ പ്രിലിംസിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. അപ്പൊ എന്ത് തന്നു, എന്ത് തന്നില്ല എന്നൊരു ധാരണയുണ്ട്. അപ്പൊ പ്രിലിംസിൽ തരാത്ത മെയിൻസിനുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് രണ്ടിടത്തും വരുന്ന കോമണായ കാര്യങ്ങൾ റിവിഷൻ ചെയ്തതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ക്രാഷ് ബാച്ചുകൾ നമുക്ക് വരും. ബട്ട് ഈ പറയുന്ന VFA ആയാലും ഡിഗ്രി മെയിൻസ് ആയാലും ഈ പറയുന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അടുത്ത ചോദ്യമല്ല പറയാനുള്ള കാര്യം. ഈ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ഞാൻ വിട്ടുപോയി. LDC LPUP ഈ രണ്ടും എടുക്കാൻ കഴിയുന്നവർ ഏതെടുക്കണം എന്നൊരു ചോദ്യം സ്ഥിരമായി കാണുന്നതാണ്. നിങ്ങൾ ഒരു ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ടീച്ചർ ആവുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ LPUPക്ക് പഠിക്കണം എന്ന് തന്നെ ഞാൻ പറയും. ഇനി എന്തെങ്കിലും ഒരു സർക്കാർ ജോലി മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ LDCക്ക് പഠിക്കണം എന്ന് പറയും. രണ്ടിന്റെയും സിലബസില് മാർക്ക് ഡിവിഷനിലൊക്കെ കാര്യമായ വ്യത്യാസമുണ്ട്. സൈക്കോളജി വൃത്തിയായി പഠിക്കുക, മാത്സ് വൃത്തിയായി പഠിക്കുക 15 മാർക്ക്, സൈക്കോളജി 20 ഉണ്ട്, മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സയൻസ് തന്നെ ഏകദേശം സയൻസ് ടോപ്പിക്കുകൾ തന്നെ 20 ഉണ്ട്. അതിന്റെ കറണ്ട് അഫയേഴ്സ് കൂടെ ചേരുമ്പോൾ 26 മാർക്കിനായി. നിങ്ങൾക്ക് ആ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഈ പറയുന്ന ജോഗ്രഫിക്ക് ആയാലും എക്കണോമിക്സിനായാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും മാർക്കിന്റെ ഡിവിഷൻ വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കുറവാണ്. LPUPയെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും വൃത്തിയായി സൈക്കോളജി, അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷും മലയാളം, സയൻസ് ടോപ്പിക്കുകൾ, ഹിസ്റ്ററി അത്യാവശ്യം ഇത്രയൊന്ന് ആധികാരികമായി പഠിക്കുമ്പോൾ തന്നെ
ഒരു 90% മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ LP-UP സമീപിക്കാനായിട്ട്. അപ്പോ നിങ്ങൾ ടീച്ചർ ആവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നന്നായി കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, ഒരു 50ന്റെ അകത്ത് ഏത് ജില്ലയിൽ എഴുതിയാലും നിങ്ങൾ വരും എന്ന രീതിയിൽ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ LP-UP എടുക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ LP-UP എടുത്തതിന് ശേഷം ഈ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ്, ഇമ്പോർട്ടന്റ് ആക്ട് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് കാര്യമായിട്ട് നോക്കിയാൽ LDCക്കും കൂടെ നിങ്ങൾക്ക് പറ്റും എന്നേ ഉള്ളൂ. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ടീച്ചർ ആവാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ LP-UP എടുക്കുക. 50ന്റെ അകത്തിൽ പഠിച്ച് റാങ്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ LDCയിലേക്ക് ചൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് ട്രിക്ടേണിന്റെ ആദ്യത്തെ 2 പെയ്ഡ് കോഴ്സുകൾ. LDCക്ക് വേണ്ടിയിട്ടുള്ള പെയ്ഡ് കോഴ്സ് 20-ാം തീയതി മെയ് 20-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. LP-UPക്ക് വേണ്ടിയിട്ടുള്ള പെയ്ഡ് കോഴ്സ് ജൂൺ 3-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവർ തീർച്ചയായും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ്, ട്രിക്ടേണിന്റെ ആദ്യത്തെ 2 പെയ്ഡ് ക്ലാസ്സുകളാണ്. ഈ കോഴ്സുകൾ ഏറ്റവും വൃത്തിയായി തരിക എന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് കാണുന്നു. കാര്യം നിങ്ങൾ ഇനിയും ട്രിക്ടേണിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സുകൾ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാകണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് നടന്നു തുടങ്ങാം. ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോകളിലും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്നത്. ഇന്ന് ഞാൻ അതൊന്ന് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ 2 കോഴ്സുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിലൂടെ ഒരുപാട് ആളുകൾ സർക്കാർ സർവീസിലേക്ക് നടന്നു കയറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.